ഈ ഒരു കാടിൻ്റെ ആ ആന കാണാൻ 100% ചാൻസ് ഉണ്ട് ആ ഒരു ഭാഗത്ത്. കാരണം സ്പാനിൻ്റെ അത് മഴ ഇങ്ങനെ പെയ്തൊരു മൊത്തം വെള്ളമായിരിക്കും. നമ്മൾ കാലൊന്ന് താക്കുമ്പോഴേക്കുണ്ട് ഇങ്ങനെ ഫുള്ളിങ്ങനെ എന്ന് പറഞ്ഞ ഒറ്റ പോക്കാ കേട്ടോ. എന്തോടാ പുള്ളി അയ്യോ. അതെ, അവിടെ ഒരു 2 കപ്പിൾസ് ഉണ്ട്. അല്ല 2 അല്ല 1 കപ്പിൾ അത് മതി. ഇത് നോക്കിയേ, അവിടെ നിന്ന് തുടങ്ങി ഇതിലേ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി അങ്ങനെ അങ്ങ് പോകും കേട്ടോ. ഓ എൻ്റെ മോനെ രക്ഷയില്ല. നോക്കിയേ, പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. പക്ഷേ ശരി ഈ ക്യാമറ കാണുന്ന പോലൊന്നും അല്ല. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അമ്മാതിരി വ്യൂ ആണ് കേട്ടോ. ആ ഗൈസ്, മഴയൊക്കെ ഇച്ചിരി കുറഞ്ഞു. വലിയ സീനില്ലാതെ ഇപ്പം പോവാം. ഇപ്പം നേരെ നമ്മളിനിയിപ്പോൾ അടിമാലിക്കാണ് ചെന്ന് കയറുന്നത്. വലിയ തണുപ്പില്ല കേട്ടോ ഇപ്പോഴത്തേക്ക്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴായിരിക്കും തണുക്കാൻ തുടങ്ങുന്നത്. വരുന്ന വഴിക്ക് മൊത്തം ആനപ്പിണ്ട് കേട്ടോ. അതൊക്കെ ആനയുടെ കലാവിരുതാന്ന് തോന്നുന്നു. ഒരു ഐഡിയ ഇല്ല കേട്ടോ. വിഷയമാ മൊത്തത്തിൽ. ഇതിപ്പോൾ ഫുള്ള് ഒരു നേര്യമംഗലം കാടാന്ന് തോന്നുന്നു. അറിയാൻ പാടില്ല കറക്റ്റായിട്ട്. എന്തായാലും കൊള്ളാം കേട്ടോ. ഇപ്പോൾ വല്ല ആനയെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ വലിയ സീൻ വരത്തില്ലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കണ്ട ഈ കിടക്കുന്ന മൊത്തം ആനപ്പിണ്ടമാണ്. ഗ്ലാസ് കാത്തിട്ടേക്കാം, വെള്ളം വീഴുന്നുണ്ട്. ഇപ്പം മഴ ചെറുതായിട്ട് കുറഞ്ഞു കേട്ടോ. എന്തോ വലിയ കുഴപ്പമില്ല. പക്ഷെ മൊത്തം നനഞ്ഞു. നനയാനായിട്ടൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഈ ലൈനർ ഇട്ടിട്ടും നനഞ്ഞു. എന്താണോ എന്തോ. പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷം. ഇതുണ്ടോ ആനപ്പിണ്ടം കിടക്കുന്നത്? ഇതൊക്കെ എപ്പോഴത്തെയാണോ എന്തോ. ഇവിടെ വല്ല നിപ്പുണ്ടോടാ? എടാ ഇതിൻ്റെ അകത്ത് കാണൂടാ. ഈ ഒരു കാടിൻ്റെ അകത്ത് ആന കാണാൻ 100% ചാൻസ് ഉണ്ട് ആ ഒരു ഭാഗത്ത്. കാരണം ആ ഈറ്റയല്ലേ നിൽക്കുന്നേ. ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും കാണും കേട്ടോ. നമ്മളിപ്പം കാണില്ല. കാരണം ഇതിനെ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അനങ്ങാതെ പതുക്കെയൊക്കെ നീങ്ങത്തുള്ളൂ. അനങ്ങാതൊക്കെ നിന്ന് ഭയങ്കര സമയമെടുത്ത് ചെയ്യുന്ന ജോലികളാണ് ഇതിൻ്റെ. ഈ ഒരു ഭാഗത്ത് എവിടെയും ഉണ്ട് കേട്ടോ. എന്താ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം. ഇതൊക്കെ നോക്കിക്കേ. ഈ ഒരു കാടിൻ്റെ അകത്തൊക്കെ എന്തായാലും കാണുന്നത്. ഇവിടെ എല്ലാം ആനപ്പിണ്ടം കിടപ്പുണ്ട്. ഇത് നോക്കിക്കേ, സൈഡിൽ എല്ലാം കിടക്കുന്നത്. ജീപ്പ് വരുന്നു. ഭാഗത്ത് എവിടെയെങ്കിലും കാണാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു വഴി ശരിക്കും എവിടെ ചെന്ന് കയറുമെന്നും അറിയാൻ പാടില്ല. അടിമാലി എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം.
മഴയില്ലായിരുന്നെങ്കിലായിരുന്നു കേട്ടോ കുറച്ചുകൂടെ അടിപൊളി എന്ന് തോന്നുന്നു. അല്ലേ പിന്നെ നമ്മൾ ഗ്ലാസ് തുറന്നിട്ട് ഓടിക്കണം. പക്ഷെ അങ്ങനെ ഓടിക്കുന്നതിലൊരു സെറ്റപ്പില്ല. മഴയില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സെറ്റപ്പായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എനിക്ക് അങ്ങനെ ഒത്തിരി മഴയത്ത് പോകുന്നതൊന്നും താല്പര്യമില്ല. എടുത്തോണ്ടിരിക്കുവാടാ. അവൻ ഗായ്സ് ഇത് നോക്കിയേ, ഇവിടുത്തെ ഫുള്ള് അടിപൊളി വ്യൂ ആണ്. എടാ ആ ഭാഗമൊക്കെ ദേ നീല മേഘം. ഇത് നമ്മളെ നനയിക്കാൻ വേണ്ടി പെയ്ത മഴയാണെന്ന് തോന്നുന്നു ഗൈസ്. ആ ഒരു ഭാഗത്തൊന്നും മഴയില്ല കേട്ടോ. മഴ മാറി ചതിച്ചതാണ് ഗൈസ്, ചതിച്ചതാണ്. അയ്യോ മൊത്തം നിൽപ്പം. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നല്ലേ പാൻറ്റിൻ്റെ അകത്തൂടെ വെള്ളം പോകുമ്പോൾ. പാൻറ്റിൻ്റെ അകത്ത് മഴ ഇങ്ങനെ പെയ്തൊരു മൊത്തം വെള്ളമായിരിക്കും. നമ്മൾ കാലൊന്ന് താക്കുമ്പോഴേക്കുണ്ട് ഇങ്ങനെ ഫുള്ളിങ്ങനെ എന്ന് പറഞ്ഞ ഒറ്റ പോക്കാ കേട്ടോ. പക്ഷെ അത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും ഇപ്പോൾ മുള്ളുന്ന കാര്യമായിരിക്കും പറയുന്നത്. പക്ഷെ അതല്ല കേട്ടോ, നൈസായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയത്തില്ല. അനുഭവിച്ചാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ മഴയും ഇല്ല, ഒന്നുമില്ല. മൊത്തത്തിൽ മഴ കുറഞ്ഞെന്ന് തോന്നുന്നു. അടിപൊളിയാണ്. മഴയെല്ലാം നനഞ്ഞ് നമ്മളിത് അടിമാലിയുടെ അടുത്ത് വന്നു. എന്റോടാ പുള്ളി തന്നെ വരവാടാ വന്നേ. അയ്യോ പുള്ളി ഒരു 1.5 വരവാട്ടോ വന്നത്. മൊത്തം നനഞ്ഞു. നൈസായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു വന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട കാലിങ്ങനെ താക്കും വെള്ളം ഇങ്ങനെ ഒറ്റ ഒഴുകുക, അതായിരുന്നു അടിപൊളി. ഇവിടെ വന്നപ്പം മഴയൊക്കെ അത്യാവശ്യം കുറഞ്ഞു. പിന്നെ ഈ ഒരു കടയിൽ കയറി 2 ചായയും കുടിച്ചു, ഒരു ക്യാരറ്റ് ഉപ്പിലിട്ടത് വാങ്ങിച്ചു. ഇനിയിപ്പോൾ നേരെ അടിമാലി പോകുന്നു. അടിമാലി ചെന്നിട്ട് കാണാം കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് എന്നെ പ്ലാൻ എന്നൊന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പം ഗായ്സ് നമ്മളിത് കല്ലാറുകുട്ടി വന്നു. നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം അറിയാമായിരിക്കും. അതെ അവിടെ ഒരു 2 കപ്പിൾസ് ഉണ്ട്. അല്ല 2 അല്ല, 1 കപ്പിൾ അത് മതി. ഇത് നോക്കിയേ, ഇവിടുത്തെ പാലം, ഇവിടെ പാലത്തിൻ്റെ ഹൈറ്റ് നോക്കിക്കേ, ഈ 6 നോക്കിക്കേ. എപ്പോഴത്തെ സൈഡ് കൊണ്ട് കേട്ടോ, നമുക്കിപ്പോൾ അങ്ങോട്ട് പോവാം. ഇങ്ങോട്ടൊക്കെയാണെങ്കിൽ ഒരു തുള്ളി മഴ പോലും ഇല്ല. ആ ഒരു വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് നടുക്കൂടെ ഈ ഒരു വ്യൂവും ആ ഒരു വ്യൂവും അടിപൊളിയാണ്. അപ്പോൾ ഗൈസ് ഇത് നോക്കിയാൽ നമ്മുടെ ആ ഒരു വ്യൂ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഈ പാലത്തിന് മണ്ടയ്ക്ക് നൈസിന് വണ്ടിയൊക്കെ കയറ്റി വെച്ചു. അപ്പോൾ ഇത് നോക്കിയേ, അയ്യോ ഇവിടുന്ന് അപ്പുറത്തേനേക്കാൾ ഹൈറ്റ് കൂടുതൽ തോന്നുന്നു കേട്ടോ. തോന്നൽ മാത്രം. ഇങ്ങനെയാണ് 6 പോകുന്നത്. അല്ല 6 എന്താ ഇത് ഡാമിലേക്ക് പോകുന്ന വെള്ളമാണ്. അതായത് അപ്പുറത്ത് പാമ്പള എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. പാമ്പളയല്ലല്ലോ, അതും കഴിഞ്ഞ് അങ്ങ് പോകണം. അല്ല പാമ്പള ഗൈസ് അതിൻ്റെ അപ്പുറത്തൊരു ഡാമുണ്ട് കേട്ടോ. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതാണ് സത്യം. അപ്പോൾ ഇത് നോക്കിയാൽ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. അടിപൊളി വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് എൻ്റെ മോനെ. വെള്ളമൊക്കെ കുറവാട്ടോ, നല്ല രീതിക്ക് കുറഞ്ഞു വെള്ളം. അതിൽ നല്ല രീതിക്ക് വെള്ളം ഒഴുകേണ്ടതാണ്.
കാര്യം കൊള്ളാം. അതെ, അവന്മാരും അവിടെ ഇരിപ്പുണ്ട്, ഇതേ ഇരിക്കുന്നു, ഞാനും ഇതേ ഇവിടെ ഇരിക്കുന്നു, എല്ലാവരും ഉണ്ട്. എല്ലാവരും നനഞ്ഞ് കുളിച്ചിരിക്കുന്നുണ്ട് ഇരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പം കാണാം കേട്ടോ. അപ്പം ഗായ്സ്, നമ്മളിത് വരുന്ന വഴിക്ക് വീണ്ടും ഒന്ന് വണ്ടി നിർത്തി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് കേട്ടോ. ഇപ്പം കൊണ്ട് കാണിക്കാം. അവൻ്റെ അവിടെ നിൽപ്പുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. എടാ അങ്ങോട്ട് പോകാം കേട്ടോ. അവൻ അതികഠിനമായ ഫോൺ വിളിയിലാണ്, അതുകൊണ്ടാണ് രംഗത്തിലേക്ക് കടന്നു വരാത്തത്. ഗായ്സ്, ഇത് നോക്കിക്കേ, അതിഭീകരനായ വെള്ളച്ചാട്ടമാണോടാ? ഓക്കെ, അതിഭീകരനായ വെള്ളച്ചാട്ടമാണെന്നാണ് അവൻ പറയുന്നത്. നോക്കിക്കേ, സംഭവം ഇവിടുന്നൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഞാൻ ക്യാമറ കയ്യിൽ ഊരി പിടിച്ചു. നോക്കാം കേട്ടോ. അവൻ നടന്ന് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. വിഷയമാണ്. എൻ്റെ മോനെ, ഇത് നോക്കിക്കേ. നമുക്ക് അങ്ങോട്ട് പോകാം. പിന്നെ എവിടെ പോവാ? എടാ നീ ഇതെവിടെ പോവാടാ? അങ്ങ് നടന്നിറങ്ങി പോകാനാണോ നിൻ്റെ പ്ലാൻ? അത്രയൊന്നും നടക്കാൻ എനിക്ക് പറ്റൂല. ഓ എൻ്റെ മോനെ, ആ ഒരു വ്യൂ നോക്കിക്കേ, അത് അടിപൊളിയാണ് കേട്ടോ. ഇത് മൊത്തം പുല്ലാണ്. ഞാൻ പിന്നെ നല്ല സൂപ്പർ ഷൂസായിട്ട് ഇട്ടേക്കുന്നുണ്ട്. ഭയങ്കര ഗ്രിപ്പാണ് കേട്ടോ. അതായത് ഒറ്റ നിരക്കത്തിന് ഞാൻ വേണേൽ താഴെ ചെല്ലും. സിമ്പിൾ. ഓ മാൻ, കണ്ടാ, അവൻ ഒറ്റ നിരക്കത്തിന് ഇപ്പം താഴെ ചെന്നേനെ. അപ്പം ഞാനും അവൻ്റെ പുറകിന് ഒറ്റ നിരക്കത്തിന് താഴെ പോകാൻ ചാൻസ് ഉണ്ട്. ഓ മാൻ, വിഷയമില്ല. പീസ് മാൻ ബ്രോ. ഇനിയും വേറെ വഴിയുണ്ടോ? ഗായ്സ്, ഇത് നോക്കിക്കേ, ഇതല്ല, അവിടെ പോകണം. ഇവൻ എന്നെ ഇത് ഏതോ കാട്ടിക്കൂടൊക്കെ അങ്ങ് കൊണ്ടുപോവാ ഗായ്സ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനേ അതിൻ്റെ അവിടെ ചെന്നിട്ട് വരാം കേട്ടോ. കാരണം വെറുതെ നടക്കുന്നത് എന്തിനാണ് കാണിക്കുന്നത്. അപ്പം ഗായ്സ്, നമ്മളിത് അയ്യോ കുറേ നടന്നു കേട്ടോ. വൃത്തികെട്ടവൻ എന്നെ ഇപ്പോഴത്തേക്കാന്ന് പറഞ്ഞത് ഇങ്ങ് കൊണ്ടുവന്നതാണ്. അപ്പം ഇത് നോക്കിയേ, എൻ്റെ മോനെ അടിപൊളിയാട്ടോ. എടാ ഇവിടെ നിൽക്കുന്നില്ലടാ. ഇത് നോക്കിയേ, ഇത് കണ്ടോ? ഒന്ന് ഇറങ്ങിക്കേടാ ജിൻസേ, അവിടെ ഒന്നൊന്ന് ഇറങ്ങിക്കേ. പോന്നുണ്ടോ? അയ്യോ വിഷയമാട്ടോ. ഞാനിപ്പം നിരങ്ങി താഴെ പോയേനെ. ഇത് നോക്കി, എടാ ഈ ഷൂസ് ഇട്ട് നടക്കത്തില്ലടാ ഇതില്. ഗായ്സ്, ഇത് നോക്കി, അടിപൊളിയാട്ടോ. ഇടോ എടാ ആഗ്രഹമുണ്ട്. നീ ഞാൻ നിരങ്ങുന്നുണ്ടോ? എടാ നിന്റെ ഷൂസിനൊക്കെ ഗ്രിപ്പുണ്ട്. ഇതൊരുമാതിരി പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നത്. അത് റബ്ബർ ഷൂസ്. എൻ്റെ പൊന്നേ, ഒന്നെങ്കിൽ ഞാൻ വെള്ളത്തിൽ കിടക്കാൻ ചാൻസ് ഉണ്ട്. വിഷയം. അയ്യോ, ഹേയ് ഹേയ് ഹേയ്. അപ്പോൾ ഗായ്സ്, ഇതൊരു വൻ വെള്ളച്ചാട്ടമാണ്. നോക്കിക്കേ, എൻ്റെ മോനെ അടിപൊളിയാട്ടോ. മറിക്കടാ ഗായ്സ്. അപ്പോൾ ഇത് അവിടുന്ന് തുടങ്ങി ഇതിലേ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി അങ്ങനെ അങ്ങ് പോകും കേട്ടോ. ഓ എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. അടിപൊളിയാ. നമ്മൾ ഇപ്പോൾ തിരിച്ച് അങ്ങ് വരെ നടക്കണം. ഈ പാറയിൽ ഒന്നും നടക്കത്തില്ല കേട്ടോ ഈ ഒരു ഷൂസ് ഇട്ട്. ഭയങ്കര വിഷയമാണ്. നോക്കിയേ, അവന്മാർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. ആ ഒരു വ്യൂ ഒക്കെ നോക്കിയേ, ആ ഒരു വ്യൂ അത് അടിപൊളിയാണ്. എടാ ഈ വെള്ളച്ചാട്ടം, എടാ ഇതിൻ്റെ പേരെന്നാടാ? എന്നതാ? സ്ഥലത്തിൻ്റെ കഴിഞ്ഞില്ലേ ഗായ്സ്? ഇപ്പം ഫോണൊന്ന് വിളിച്ച് കഴിയട്ടെ കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. എടാ ഇതൊരു തടിയല്ലേടാ വന്ന് കിടക്കുന്നേ ഗായ്സ്? അതൊരു തടിയാണ് കേട്ടോ. ആ കല്ല് ഇടിച്ച് മറിച്ചിടാൻ നോക്കിയതാ. എനിക്ക് തോന്നുന്നു എടാ ആ കല്ലിടിച്ച് മറിച്ച് കൊണ്ടുപോകാൻ നോക്കിയതാ, ശശിയായിപ്പോയി. ഇതിൻ്റെ പേരെന്നാ വെള്ളച്ചാട്ടത്തിൻ്റെ?
വെള്ളച്ചാട്ടം. ഗൈസ് ഇതിൻ്റെ പേരാണ് വെള്ളച്ചാട്ടം. എടാ വേണ്ട കേട്ടോ നീ. എടാ സ്ഥലപ്പേരൻ്റെ ആന്ന്. എടാ ഇതിന്റെ പേരെന്നാണോ വവ്വാല്? ഗൈസ് ഇവന്മാർക്ക് പേരറിയത്തില്ല. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് കൈലാസപ്പാറ എന്നാണ്. കൈലാസം, മാവടി കൈലാസം. അപ്പൊ ഇത് കൈലാസം വാട്ടർഫോൾസ്. ഓക്കെ, ഇതൊരു ഒന്നൊന്നര സാധനം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് നടന്ന് കയറണം. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ. ഗൈസ് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് കയറി ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇത് നോക്കിക്കേ, മൊത്തം മഞ്ഞായി കേട്ടോ. അതായത് ആ ഒരു സൈഡ് മൊത്തം മഞ്ഞായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിർത്തി. അപ്പോൾ ഇത് നോക്കി, ഇവിടുത്തെ ഒരു വ്യൂ നോക്കിക്കേ. എൻ്റെ മോനെ വേറെ വൈബ് കേട്ടോ. അവന്മാരെ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് നോക്കിക്കേ, അടിപൊളി കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എടാ സമയം എത്ര എടാ? 5 5 മണി ആയതേ ഉള്ളൂ കേട്ടോ. 5 മണി ആയപ്പോൾ എന്തേ ഇത്രയും രാവിലെ നമ്മൾ 5 മണിക്ക് പോയി, വൈകുന്നേരം 5 മണിയായപ്പോൾ വന്നു. നമ്മൾ രാവിലെ 5 മണിക്ക് ഇറങ്ങിയ കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇത് നോക്കിക്കേ, ഓഹ് എൻ്റെ മോനെ വേറെ വൈബ് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയിട്ട് നോക്കാം കേട്ടോ. ഇപ്പം ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു വ്യൂ നോക്കിയേ, പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. പക്ഷേ ശരി ഈ ക്യാമറ കാണുന്ന പോലൊന്നും അല്ല. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അമ്മാതിരി വ്യൂ ആണ് കേട്ടോ. ആ ഒരു മരത്തിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ മഞ്ഞ് ഇങ്ങനെ കയറി, ആ മരമൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണണം. ഭയങ്കര സെറ്റപ്പ്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ മോനെ വേറെ വൈബ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഇറങ്ങുക. മഴ പെയ്താലും സാരമില്ല. കണ്ടില്ലേ, നമ്മൾ മൊത്തം നനഞ്ഞു, കുഴപ്പമില്ല. അതെ, പാൻ്റൊക്കെ ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. പക്ഷേ എന്നാലും സീനില്ല. ഇങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതുപോലൊക്കെ ഇറങ്ങുന്നത് കേട്ടോ. എന്തായാലും ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ. കുറച്ച് ഒരു 2 മിനിറ്റ് കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് മൊത്തം മഞ്ഞും കയറി വരും. അടിപൊളിയായിരിക്കും. അപ്പോൾ മഴ ചാറാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് നോക്കട്ടെ, നൈസിനെ അങ്ങോട്ട് പോകാൻ തുടങ്ങാം അല്ലേ. അപ്പം കാര്യം നമ്മളതേ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്നു. എന്താടാ വവ്വാലും കുഞ്ഞ് ഇങ്ങോട്ട് അവിടെ സൂം ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ സൂം ചെയ്ത് കാണിച്ചത്. ഞാൻ മാനുവൽ സൂമിങ് നടത്തൂടെ പാടെ ഒരു. അപ്പം ഗൈസ് ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല. ഇനി തിരിച്ച് വീട്ടിൽ പോവാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.